പ്രശ്നമില്ല ജീവിതത്തിൽ, ഫുള്ളി ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരൊക്കെ. ഷാഹിദ്, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ പ്രശ്നങ്ങളുണ്ടാവും? ഉണ്ടല്ലേ, പ്രശ്നങ്ങളുണ്ടല്ലോ എല്ലാവർക്കും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവില്ലേ? പേഴ്സണൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ജോലിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീട്ടിൽ ഇഷ്യൂസ്. അപ്പം പേഴ്സണലി ഇഷ്യൂസ്, പ്രശ്നങ്ങളുള്ളവരാണ് നമ്മളെല്ലാവരും അല്ലേ? നമ്മുടെ പ്രശ്നങ്ങളെയാണോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ, നമുക്കിപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഭാഗ്യങ്ങളുണ്ട് അല്ലേ? അതിനെയാണ് നമ്മൾ ഏറ്റവും വലുതായിട്ട് എപ്പോഴും ചിന്തിക്കൽ. ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കാറ് എന്താണ്? നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലേ? പ്രശ്നങ്ങളാണല്ലേ, ഒരുപാട് പ്രശ്നം. എനിക്ക് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ, എന്തൊക്കെ ബുദ്ധിമുട്ടാണ് എൻ്റെ ജീവിതത്തിൽ, എനിക്ക് ജോലി പ്രശ്നമാണ്, ഇതാണ് മറ്റേത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളില്ലേ? അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ആലോചിക്കാറില്ല, അല്ലെങ്കിൽ പല സമയത്തും നമ്മൾ മനഃപൂർവ്വമോ അതല്ലെങ്കിൽ അല്ലാതെ തന്നെ നമ്മൾ മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് കിട്ടിയ ഭാഗ്യങ്ങൾ, നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗ്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്കുള്ള ഓരോ കാര്യം, ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ് അല്ലേ? നിങ്ങൾക്ക് കിട്ടിയുള്ള, നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഒരുപാട് പേരുടെ സ്വപ്നമായിരിക്കും അല്ലേ? അങ്ങനത്തെ ഒരു ജോലി ഡസൻറ്റ് മാറ്റർ, അത് 10,000-ഓ 20,000-ഓ 50,000-ഓ ശമ്പളം എന്നുള്ളതല്ല. ഒരു ജോലി എന്നുള്ളത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ് അല്ലേ? നിങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളായിരിക്കും. നിങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ഒരുപാട് പേരുടെ ഡ്രീമായിരിക്കും, അത്തരത്തിലൊരു ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അത്തരത്തിലൊരു വീടിൽ കിടന്നുറങ്ങുക എന്നുള്ളത് ഒരുപാട് പേരുടെ സ്വപ്നമായിരിക്കും. അത്തരത്തിലൊരു 2 വീലറിൽ സഞ്ചരിക്കുക, അല്ലെങ്കിൽ അത്തരമൊരു കാറിൽ സഞ്ചരിക്കുക എന്നുള്ളത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ. അപ്പോൾ ഇത്തരം ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ, ഒരുപാട് പേർക്ക് ഒരിക്കൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരുപാട് ഭാഗ്യങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതിനെ കുറിച്ചാണ്, നമുക്കില്ലാത്തതിനെ കുറിച്ച് അല്ലേ? ആ പ്രശ്നങ്ങളാണ്. അതിനെങ്ങനെ നമ്മളിങ്ങനെ എനിക്കതില്ലല്ലോ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, അവർക്ക് കാറുണ്ടല്ലോ, അവർക്ക് അതുണ്ട്, അവർക്ക് ആ ഒരു തീരുള്ള ചിന്ത പലപ്പോഴും. ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് എവിടെയാണെന്നറിയോ? എക്സാക്ട്ലി നമ്മുടെ മനസ്സിനെ നമുക്കൊരു ഹാപ്പി ആയിട്ടിരിക്കാൻ, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്, നമുക്ക് എപ്പോഴും ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു മൈൻഡ്ഫുൾനെസ്സോട് കൂടി ഇരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. എപ്പോഴും കുറേ പ്രശ്നങ്ങളായിരിക്കും, എനിക്കതില്ല ഇതില്ല. അതേ സമയത്ത് ഹാപ്പി ആയിട്ടിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ അല്ലേ? അതിനുള്ള നല്ലൊരു വഴിയുണ്ട്. ഒരു പേപ്പറും പെന്നും കൊണ്ട് എടുക്കുക, എന്നിട്ട് ഇപ്പം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗ്യങ്ങൾ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഒന്ന് 1 by 1 നോട്ട് ചെയ്ത് നോക്കൂ നിങ്ങൾക്കുള്ള ഓരോ ഭാഗ്യങ്ങളും. നിങ്ങൾക്ക് മാതാപിതാക്കളുണ്ട് ഇല്ലേ? വീടുണ്ട്, സഹോദരങ്ങളുണ്ട്, 3 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, കണ്ണ് കാണുന്നുണ്ട്, കാത് കേൾക്കുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്, ശ്വസിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊന്നുമില്ലാതെ ലോകത്ത് എത്ര പേരുണ്ട് അല്ലേ? അപ്പൊ ഇതൊക്കെ നമുക്ക് ചിന്തിക്കാം. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം, ഹാപ്പി എന്നുള്ള ഒരു മൂമെന്റിലേക്ക് നമ്മൾ വരണമെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല കാര്യമാണ് കണ്ടന്റ്മെന്റ് എന്ന് പറയും. അതായത് ഉള്ള മൊമെന്റിൽ, ഈ ഒരു മൊമെന്റിൽ സന്തോഷം കണ്ടെത്തുക. ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത്, ഇപ്പൊ നമുക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ടോ അതിൽ ഹാപ്പിനെസ്, അതിൽ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഡെഫിനറ്റ്ലി നമുക്ക് ജീവിതം ഒരു ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതല്ലാതെ എപ്പോഴും പരാതികൾ പറഞ്ഞുകൊണ്ട് എനിക്കതില്ല എനിക്കിതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അവനതുണ്ട് എനിക്കിതില്ല, അവൾക്കതുണ്ട് അവനിക്കിതില്ല. ഈ കമ്പാരിസൺ നിർത്തിക്കൊണ്ട് നമുക്ക് എന്തൊക്കെയാണോ ഉള്ളത് അത് ലിസ്റ്റ് ഔട്ട് ചെയ്തുകൊണ്ട് അതൊരു ലിസ്റ്റാക്കി, എനിക്ക് ഇന്നെന്ന ഹാപ്പിനെസ് ഉണ്ട്, ഇന്നെന്ന സന്തോഷങ്ങൾ എനിക്കുണ്ട്. എനിക്ക് ഈ പറഞ്ഞ പോലെ ലോകത്ത് എത്ര ആൾക്കാർക്ക് കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാർ, 3 ബില്യണിലധികം ആൾക്കാർക്ക് കണ്ണ് കാണാൻ പറ്റില്ല എന്നാ. ഓൾമോസ്റ്റ് 3 ബില്യൺ ആളുകൾക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല അല്ലേ? അത്ര തന്നെ ആൾക്കാർക്ക് ചെവി കേൾക്കാത്ത ആൾക്കാരുണ്ട്. അതിലും എത്രയോ ആൾക്കാർ ലോകത്ത് ഓൾമോസ്റ്റ് 60% ആൾക്കാർ 3 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരാ. നമ്മൾ അറിയുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് 60%-ലധികം ആൾക്കാർക്ക് മര്യാദയ്ക്ക് 3 നേരം പോഷകാഹാരം നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കിട്ടുന്നില്ല. 60%. ഒന്ന് ആലോചിച്ച് നോക്കുക. അതിലും എത്രയോ അധികം ആൾക്കാർക്ക് വീടില്ല. അപ്പൊ ഇതൊക്കെയുള്ള നമുക്കെന്താണ്? പരാതികളാണ്. ഞാനീ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ ഹാപ്പിനെസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സ്ഥലമായിരിക്കും നമ്മുടെ വർക്ക് പ്ലേസ് അല്ലേ? നമ്മൾ സന്തോഷമായിട്ടിരുന്നാലാണ് നമുക്ക് വർക്കിൽ, പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഉള്ള ഇൻഡസ്ട്രി ഏതാണ് നമ്മളെല്ലാവരും ഉള്ള ഇൻഡസ്ട്രി? ഹോസ്പിറ്റാലിറ്റി അല്ലേ? ഈ ഹോസ്പിറ്റാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഗസ്റ്റിനെ, അല്ലെങ്കിൽ നമ്മൾ അവിടെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഈ സർവീസ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഹാപ്പി ആയാൽ മാത്രമേ നമ്മൾ മുമ്പിൽ വരുന്ന ഗസ്റ്റിനെ നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റൂ. നിങ്ങൾക്ക് സന്തോഷമില്ലാതെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിൽ രാവിലെ തന്നെ വീട്ടിൽ അടികൂടി പ്രശ്നങ്ങളുമായിട്ട് വരുന്നു, എന്നിട്ട് ഇവിടെ വന്ന് ഗസ്റ്റിനോട് ക്ഷാമത്ത് സാർ പറഞ്ഞൊരു കാര്യമുണ്ടോ? എവിടെ നിന്ന് വരണം സർവീസ്? അല്ലേ? ഹൃദയത്തിൽ നിന്ന് വരണം. അതാണ് നമ്മൾ ഹുഷാമത്ത് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് കൈവെക്കുന്നത്? നമ്മുടെ ഹാർട്ടിലല്ലേ? നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ കൈവെക്കുന്നത് അല്ലേ? എവിടെയാണ് നിങ്ങളുടെ ഹാർട്ട് ഉള്ളത്? ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഹാർട്ട് ഉള്ളത്. നമ്മുടെ വലത് കൈ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വെച്ചുകൊണ്ടാണ്, നമ്മുടെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടാണ് നമ്മൾ ഹുഷാമത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഹാപ്പി ആയാൽ മാത്രമേ നമുക്ക് ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനെയും ഓരോ ക്ലയന്റിനെയും നമുക്ക് ഹാപ്പി ആയിട്ട് തിരിച്ചു പറഞ്ഞയക്കാൻ വേണ്ടി സാധിക്കൂ. അതിന് അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഹാപ്പി ആയിരിക്കണം. വേണ്ടേ? വേണോ? ഒരു ചെറിയ കഥ. നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ള മറ്റൊരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ചില സമയത്തെങ്കിലും നമ്മൾ കുട്ടികളുടെ മനസ്സാക്കുക എന്ന് പറയും. കുട്ടികൾ എത്ര നിഷ്കളങ്കരല്ലേ അല്ലേ? ഒന്നിനെ കുറിച്ച് ഒരുപാട് ടെൻഷൻസ് ഇല്ല, ഒരുപാട് ഫ്രീ, ഒരുപാട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, EMI കുറിച്ച് ചിന്തിക്കേണ്ട, ലോണ് ഇത് കാര്യങ്ങൾ ഇതൊന്നുമില്ല അല്ലേ? അവർ ഹാപ്പിയാണ് പല സമയത്തും. അപ്പോൾ ഒരു ബലൂൺ കച്ചവടക്കാരൻ ഒരു സ്ട്രീറ്റ്, ഒരു ബീച്ചിൽ ഒരു ബലൂൺ കച്ചവടം നടക്കുന്നുണ്ട്. നമ്മളെ ഹൈഡ്രജൻ ബലൂൺ അല്ലേ, ഇങ്ങനെ ഹൈറ്റിൽ വല്ലാതെ പൊന്തി പോകുന്ന ബലൂണ്. ഒരു ബലൂൺ കച്ചവടക്കാരൻ ഇവിടെ ഒരു ബീച്ചിൽ ഇങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ഒരു ചെറിയൊരു കുട്ടി, ഒരു 5 വയസ്സുള്ള കുട്ടി വന്നിട്ട് ഈ ബലൂൺ കച്ചവടക്കാരനോട് ചോദിക്കുന്നു, ചേട്ടാ ഈ റെഡ് ബലൂണ് ഇത് ഒരുപാട് ഉയരത്തിൽ പൊങ്ങും? ആ പൊങ്ങും. ഉറപ്പാണോ? പൊങ്ങും. അപ്പോൾ ഈ നീലയോ? അതും പൊങ്ങും. അപ്പോൾ പച്ച ബലൂണോ? പൊങ്ങും. മഞ്ഞ? അതും പൊങ്ങും. അപ്പോൾ ഒരുപാട് കേട്ടപ്പോൾ ഇങ്ങനെ ഓരോ കളറിനെ കുറിച്ച് കുട്ടികളല്ലേ അല്ലേ, അവരിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിൽക്കും അല്ലേ? കുട്ടികളെ ചോദ്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഒരുപാട് ചോദ്യങ്ങൾ, എന്താ ചില കുറച്ച് നോട്ടി ആയിട്ടുള്ള കുട്ടികളാകുമ്പോൾ ഇങ്ങനെ പിന്നെയും ചോദിച്ചതിനെ കുറിച്ച് തന്നെ. എത്ര പേര് ഇവിടെ കുട്ടികളുള്ള ആൾക്കാരുണ്ട്? ചെറിയ കുട്ടികൾ, ഒരു 6-7-8 വയസ്സുള്ള കുട്ടികൾ. അവർ നമ്മുടെ മടിയിലിരുന്ന് വന്ന് അതെന്താണ് ഇന്നത്തെ സ്കൂൾ വിശേഷം, ഇങ്ങനെ അതേപോലെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെറുത് ഒരു ടീച്ചർ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഓരോ സ്റ്റേറ്റിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ ഏതാ സ്റ്റേറ്റ്? ഒരു വലിയൊരു ഇന്റർനാഷണൽ സ്കൂളാണ്. 1ാം ക്ലാസ്സാന്ന് തോന്നുന്നു അവിടെ. അപ്പോൾ കുട്ടിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടിയോട്, വെർ ആർ യു ഫ്രം? ഐ എം ഫ്രം അരുണാചൽ പ്രദേശ്. പ്ലീസ് സ്പെൽ ഇറ്റ്. സോറി മാം, ഐ എം ഫ്രം ഗോവ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അത്ര പെട്ടെന്ന്, അതായത് അരുണാചൽ പ്രദേശ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്പെൽ ചെയ്യാനുണ്ട് അല്ലേ? അപ്പൊ അതോടെ ഞാൻ പെട്ടെന്ന് ഗോവയിലാണ്, ഞാൻ ഗോവയിലാണ്. അപ്പൊ വളരെ ഈസി ആയിട്ട് സ്പെൽ ചെയ്യാം, GOA ഗോവ. അപ്പം ആ രീതിയിലേക്ക് കുട്ടികൾ എന്ന് പറയുന്നത് എപ്പോഴും വളരെ പിന്നെ എന്താ പറയുക, ഒരു പ്രത്യേകിച്ച് ഉള്ളിൽ കളങ്കങ്ങളൊന്നുമില്ലാതെ. അതേപോലെ ഈ കുട്ടി ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ലാസ്റ്റ് ഈ ബലൂൺ കച്ചവടക്കാരൻ കുട്ടിയോട് പറയാണ്, മോനെ ഈ ബലൂണ് ഉയരത്തിലേക്ക് പൊങ്ങുന്നത് അതിൻ്റെ കളറിനെ ആസ്പെക്ട് ചെയ്തല്ല. ആ കളറാണോ അതിന് പൊങ്ങുന്നത്? പച്ച കളറാണോ അല്ലെങ്കിൽ നീല കളറാണോ എന്നുള്ളതാണോ ആ ബലൂണിന് ഏറ്റവും ഉയരത്തിൽ പൊങ്ങുന്നത്? എന്തുകൊണ്ടാണ്? എന്താണ് അതിൽ ഫില്ല് ചെയ്തത്? എന്താണ് ആ ബലൂണിൽ ഫില്ല് ചെയ്തത്? അതിനനുസരിച്ചിരിക്കും അത് എത്ര ഉയരത്തിലേക്ക് പോകണം എന്നുള്ളത്. നമ്മുടെ സാധാരണ ഊതി വീർപ്പിക്കുന്ന ബലൂണാണെങ്കിൽ എത്ര ഉയരത്തിൽ പോകും? ചെറിയൊരു ഉയരത്തിലേക്ക് പോകും അല്ലേ? അല്ല, നമ്മളല്ല സാധാരണ രീതിയിൽ കാറ്റടിക്കുന്ന ഒരു പമ്പിലാണെങ്കിൽ കുറച്ചും കൂടി ഉയരത്തിൽ പോകും. ഹൈഡ്രജൻ ആണെങ്കിലോ ഒരുപാട് ഹൈഡ്രജൻ, ഹീലിയം ബലൂൺസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒരുപാട് ഉയരത്തിലേക്ക് പോകും. അപ്പം കളറല്ല ഒരു ബലൂണിനെ അതിന്റെ ഉയരത്തിൽ എത്തിക്കുന്നത്. എന്താണോ അതിൽ ഫില്ല് ചെയ്യുന്ന ഫ്യൂവൽ എന്താണോ, അതെന്താണോ, എന്ത് പവറാണോ, ഹൈഡ്രജൻ ആണോ ഹീലിയാണോ, അതിനനുസരിച്ചാണ് ഓരോ ബലൂണും ഉയരത്തിൽ. അതേപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നിങ്ങളുടെ ഓരോരുത്തരുടെയും രൂപമോ ഭാവമോ ആണോ നിങ്ങളുടെ ഹൈറ്റിലേക്ക് എത്തിക്കുന്നത്? ആണോ? നിങ്ങൾ എവിടെ ജനിച്ചു എന്നുള്ളതോ, നിങ്ങൾ കാണാൻ എത്ര സുന്ദരനാണെന്നുള്ളതോ, നിങ്ങളുടെ മുടി എത്രയുണ്ടെന്നോ, നിങ്ങളുടെ മൂക്ക് എത്ര സുന്ദരമാണെന്നോ എന്നുള്ളതൊന്നല്ല നിങ്ങളെ ഉയരത്തിലേക്ക് എത്തിക്കുന്നത്. എന്താണ് നിങ്ങളെ ഉയരത്തിലേക്ക് എത്തിക്കുന്നത്? ജീവിതത്തിൽ നിങ്ങൾ വിജയിപ്പിക്കുന്നത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത്, ആ സ്കില്ല്, നിങ്ങളുടെ ഉള്ളിലുള്ള സ്കില്ല് എന്താണോ അത് നിങ്ങൾ എത്രമാത്രം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ആകെ തുകയിൽ നമുക്ക് പറയുന്ന ഒരു കാര്യമാണ് ആറ്റിറ്റ്യൂഡ്. എന്താണ്? നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ വിജയത്തിന് ഓൾമോസ്റ്റ് 80% അവന്റെ സർട്ടിഫിക്കേഷനോ അവന്റെ ക്വാളിഫിക്കേഷനോ അവന്റെ പിന്നെ പഠിത്തമോ അവൻ എന്ത് ചെയ്തു എന്നുള്ള ഒന്നുമല്ല, അവന്റെ ആറ്റിറ്റ്യൂഡാണ് അവനെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്.
ഈ ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ നിങ്ങൾ ടൈഗ്രിസ് വാലി എന്ന ഈ ഒരു പ്രോപ്പർട്ടിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നെക്സ്റ്റ് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഹാവ് എ ഗുഡ് ആറ്റിറ്റ്യൂഡ് വേണ്ടേ? ഇത്തരം ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടല്ലേ? ഉണ്ടോ? നോർമലി ഒരു സാധാ ഒരു ജോലിയിൽ വന്നിട്ടുണ്ട് ഇന്ന് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഹെഡ് എന്ന രീതിയിലേക്ക് എത്തിക്കൊണ്ട് എത്ര പേരുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ ഷിൻഡോ എടുക്കാം. ഷിൻഡോ എന്തായിട്ട് ഇവിടെ വന്നത് 3 വർഷം മുമ്പ്? ജസ്റ്റ് എ തെറാപ്പിസ്റ്റ്. ഒരു തെറാപ്പിസ്റ്റ് ആയിട്ട് വന്ന ഷിൻഡോ ഇന്ന് ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഹെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹിസ് ആറ്റിറ്റ്യൂഡ്. അഡാപ്റ്റബിലിറ്റി ഉള്ളതുകൊണ്ട് ഏതൊരു കാര്യത്തിനെയും പെട്ടെന്ന് ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ടീമിനെ ഹെഡ് ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ് ഷിൻഡോ വന്നതിന് ശേഷം ഷിൻഡോ എത്തിയത്. ഇവിടെ ഷാഹിദ് ഉണ്ട്. ഷാഹിദ് ജസ്റ്റ് ഒരു IT അസിസ്റ്റന്റ് ട്രെയിനി ആയിട്ട് വന്ന മനുഷ്യനാണ്. ഇന്ന് ഒരു IT ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്യാണ്. അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ഇവിടെ തന്നെ നമുക്ക് കാണിച്ചു തരാണ്ട്. അപ്പൊ ഇതിനൊക്കെ ഏറ്റവും വലിയൊരു പോയിന്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ പലരും ഇന്ന് ഒരു പക്ഷേ തെറാപ്പിസ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ വെയിറ്റർ ആയിരിക്കാം, ഹൗസ് കീപ്പിംഗ് ക്ലീനിങ് ബോയ് ആയിരിക്കാം. നാളെയും അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞാലും അതേ പൊസിഷനിൽ തന്നെ ഇരിക്കാനാണോ നിങ്ങൾ വന്നത്? ആണോ? എനിക്ക് 2 കൊല്ലം കഴിഞ്ഞാലും തെറാപ്പിസ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നാൽ മതി എന്നുള്ള ആർക്കുള്ളത് ഉണ്ടോ? മൂവ് ചെയ്യണ്ടേ? അടുത്ത ഹൈറ്റിലേക്ക് പോകണ്ടേ? വേണ്ടേ? അതിലേക്ക് പോകണമെങ്കിൽ ഏറ്റവും ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്തിനും ഏതിനും നെഗറ്റീവ് കണ്ടെത്താതെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെ അതിനെ പോസിറ്റീവായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ തയ്യാറായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണോ നിങ്ങളുടെ അടുത്ത ലക്ഷ്യം, നിങ്ങളുടെ അടുത്ത ഗോൾ എന്താണോ അതിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അതിന് നമുക്ക് എല്ലാവർക്കും കൃത്യമായ ഒരു ഗോൾ ഉണ്ടായിരിക്കണം. എനിക്ക് ഇത്ര സമയത്തിനുള്ളിൽ ഇന്ന പൊസിഷനിൽ എത്തിയിരിക്കണം. 2 വർഷം കൊണ്ട് ഐ വാണ്ട് ടു ബിക്കം എ സൂപ്പർവൈസർ ഓർ മാനേജർ, ഹൂവർ ഇറ്റ് ഈസ്. എവിടെയാണോ നിങ്ങൾ എത്തേണ്ടത് അതൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അച്ചീവ് ചെയ്യാൻ പറ്റുമല്ലേ? ഉണ്ടോ? 2004 ഏപ്രിലാണ് ഞാൻ ആദ്യമായിട്ട് സൗദിയിൽ മക്ക ഹിൽട്ടൺ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയിൽ റൂം അറ്റൻഡ് ആയിട്ട് ജോലി സ്റ്റാർട്ട് ചെയ്തത്. 2004, ഓൾമോസ്റ്റ് 20 years ആയി. ആ 20 വർഷം മുമ്പ് റൂം അറ്റൻഡ് ആയിട്ട് ഹൗസ് കീപ്പിംഗ് ക്ലീനിങ് ബോയ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ഹെഡ് പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ഡയറക്ടർ പൊസിഷനിലേക്കോ അല്ലെങ്കിൽ ഇതേപോലെ 100 ആൾക്കാരോട് സംസാരിക്കാനുള്ള ഒരു ട്രെയിനിങ് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്കോ എനിക്ക് മാറാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്ക് ഇന്നും നിങ്ങളോട് പറയാൻ പറ്റും, അന്ന് ആ 20 വർഷം മുമ്പ് എൻ്റെ കൂടെ റൂം അറ്റൻഡ് ആയിട്ട് പണിയെടുത്ത ആൾക്കാരിൽ ചിലരും ഇന്നും അവിടെ റൂം അറ്റൻഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? മാറാൻ നമ്മൾ തയ്യാറാവണം. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. ഓരോ സമയത്തും നിങ്ങൾ അപ്ഡേറ്റ് ആവാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ എന്താവും? യു വിൽ ബി ഔട്ട്ഡേറ്റഡ്. നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആവും. ഓക്കെ, അപ്പം നിങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ മേഖല, നിങ്ങളിപ്പോൾ തെറാപ്പിസ്റ്റ് ആണെങ്കിൽ ആ തെറാപ്പി മേഖലയിൽ പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റർ ആണെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് പുതിയ പുതിയ സിറ്റുവേഷൻ, പുതിയ പുതിയ പാഠങ്ങൾ എന്തൊക്കെ വരുന്നുണ്ട്, പുതിയ ടെക്നിക്സ് എന്തൊക്കെയാണ് വരുന്നത്, ഇതിനെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഇതെപ്പോഴും ഇവിടെ ഓരോരുത്തരും പഠിപ്പിച്ചു തരണമെന്നില്ല. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം, അല്ലേ? നമ്മൾ കൃത്യമായ ടൈം കണ്ടെത്തിക്കൊണ്ട് എൻ്റെ മേഖലയിൽ എൻ്റെ സ്കിൽ എന്താണ് എന്ന് ഓരോരുത്തരും തിരിച്ചറിയുന്നിടത്താണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിജയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ വെച്ചാണ് നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. അതിനുള്ള ചെറിയൊരു വഴിയുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ട്രെയിനിങ്ങിലേക്ക് പോവാം. സോട്ട് അനാലിസിസ് എന്ന് ആരും കേട്ടിട്ടുണ്ടോ? സോട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? വേറെ ആരും ബാക്ക് സൈഡിൽ കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇതിന് മുമ്പ് ഞാൻ അവർക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ സ്ട്രെങ്ത്, സോട്ട് എന്ന് പറയുന്നത് SWOT, സ്ട്രെങ്ത്, വീക്ക്നെസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആൻഡ് നമ്മുടെ ത്രെഡ്സ്. നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതേപോലെ തന്നെ നമുക്കുള്ള വീക്ക്നെസ് എന്താണെന്നും നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും നമുക്കുള്ള ഭീഷണികൾ എന്തൊക്കെയാണെന്നും നമ്മൾ മനസ്സിലാക്കണം. ഇത് ഓരോരുത്തരും മനസ്സിലാക്കുന്നിടത്താണ് അവൻ ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് പോകേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത്. ഒരു സ്ട്രെങ്ത്തും എനിക്കില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എനിക്കൊരു സ്ട്രെങ്ത്തും ഇല്ല എന്ന് പറയുന്നത് എനിവൺ? സ്ട്രെങ്ത് ഉണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്ട്രെങ്ത് ഉണ്ടാവും അല്ലേ? ഉണ്ടോ? ഒന്ന് ഉറക്കനെ പറയാലെന്താ വടി? സ്ട്രെങ്ത് ഉണ്ടോ? ആ സ്ട്രെങ്ത് എന്താന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഏറ്റവും നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അതിൽ പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നേറുന്നവൻ തന്നെയാണ് ജീവിതത്തിൽ ആരും വിജയിച്ചിട്ടുള്ളൂ.
അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി നമ്മൾ കടക്കേണ്ടി വരും. ഒന്നും ഈസി ആയിട്ട് കയ്യിൽ വരില്ല. വരുമോ? ഒരു സാധനം ഇന്നാന്ന് പറഞ്ഞ് റെഡിമെയ്ഡായിട്ട് നമ്മളെ കൈ കൊണ്ടു വരില്ല. ഇതാ നാളെ തൊട്ട് നീ പ്രോപ്പർട്ടിയുടെ മാനേജർ ആയിരിക്കും പറഞ്ഞ ഒരാളോട് വരുമോ? വരില്ല. അവിടെ അത് കടന്നു വരുന്ന ഒരുപാട് വഴികളുണ്ട് അല്ലേ? ഐസ്ബർഗ് അറിയോ? ഐസ്ബർഗ് എന്ന് വെച്ചാൽ എന്താ? മഞ്ഞുമല കേട്ടിട്ടുണ്ടോ? നമ്മളെ കടലുകളിലൊക്കെ മഞ്ഞുമല ഉണ്ടാവും അല്ലേ? അപ്പോൾ അതേപോലെ ഒരു മഞ്ഞുമലയിൽ തട്ടിയിട്ടാണ് പണ്ട് ടൈറ്റാനിക് കൂട്ടിയത്. അപ്പോൾ ഈ മഞ്ഞുമല എന്ന് പറയുന്നത് വലിയൊരു മഞ്ഞുമലയായിരിക്കും. ഇപ്പോൾ ഇത്ര വലിയൊരു മഞ്ഞുമലയാണെങ്കിൽ ഇതിൻ്റെ ചെറിയൊരു സംഭവം മാത്രമേ നമ്മൾ പുറത്തേക്ക് കാണൂ അല്ലേ? അതായത് അതിൻ്റെ ഒരു 95% കടലിനടിയിലായിരിക്കും. ഒരു ജസ്റ്റ് ഒരു 5% മാത്രമേ പുറത്ത് കാണൂ അല്ലേ? അതാണ് സാധാരണ ഇതിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കപ്പലുകളൊക്കെ പലപ്പോഴും ഐസ്ബർഗിൽ തട്ടിയിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇതേ മഞ്ഞുമല പോലെ ഈ ഒരു ഐസ്ബർഗിനെ നമ്മൾ കാണുന്ന പോലെ തന്നെയാണ് ഇന്ന് നമ്മൾ ഇവിടെ പല വിജയികളാന്ന് പറഞ്ഞു നടക്കുന്ന പലരെയും നമ്മൾ കാണുന്നത്. ഇപ്പൊ നമ്മളൊരു ഇപ്പൊ ജീവിതത്തിൽ വിജയിച്ച നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളെ നമ്മൾ കാണുകയാണെങ്കിൽ അവരുടെ ആ ഒരു വിജയം അല്ലെങ്കിൽ ആ ഒരു ഡെസിഗ്നേഷൻ, ഇപ്പൊ അവരിയ്ക്കുന്ന ആ ഒരു പൊസിഷൻ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിലേക്ക് എത്താൻ വേണ്ടി അതായത് അവരുടെ ജീവിതത്തിന്റെ ഈ ഒരു ചെറിയ ഭാഗം മാത്രം നമ്മൾ കാണും. അതിലേക്ക് എത്താൻ വേണ്ടി അവർ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും, എത്രമാത്രം ബുദ്ധിമുട്ടുകളിൽ കൂടി അവർ കടന്നു വന്നിട്ടുണ്ടാവും, എത്രമാത്രം ഉറക്കമില്ലാത്ത രാത്രികൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും, എത്രമാത്രം പ്രശ്നങ്ങൾ, എത്രയോ രാത്രികൾ ഒരുപക്ഷെ പട്ടിണി കിടന്നിട്ടുണ്ടാവാം, എത്രയോ ദൂരം യാത്ര ചെയ്തിട്ടുണ്ടാവാം, ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ അവർ കടന്നു പോയിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ കാണില്ല. നമ്മൾ കാണുന്നത് എന്താണ്? ഇന്ന് കാണുന്ന ഒരാള് അല്ലേ? ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആര് വേണേൽ നമുക്ക് എടുക്കാം. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ കേരളത്തിൽ പറയുന്ന സമയത്ത് ലെറ്റ്സ് മമ്മൂട്ടി എന്നൊരു നടനെ നമ്മൾ കാണുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു വലിയൊരു താരപരിവേഷമാണ് അല്ലേ? ആരെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ഒരു താരപരിവേഷം, ഇന്നൊരു സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ എന്ന രീതിയിൽ അദ്ദേഹം നിൽക്കും. ആ ഒരു സ്റ്റാർ ആദ്യമായിട്ട് ഒരു അവസരം കിട്ടേണ്ടിയിട്ട് അദ്ദേഹം ഓടി നടന്ന കഥകളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അത് കേട്ടാൽ നിങ്ങൾക്കറിയാം. എത്രയോ രാത്രികൾ മദ്രാസിൽ ഉറക്കൊഴിഞ്ഞ് താമസിച്ചിട്ടുണ്ട് കുതുകടി കൊണ്ടിട്ട്. അപ്പൊ ഇതേപോലെ തന്നെയാണ് ഏതൊരാൾ ഇന്ന് നമ്മൾ കാണുന്ന ഏതൊരു സക്സസ്ഫുൾ പേഴ്സന്റെയും ഒരു ഐസ്ബർഗ് നമ്മൾ എങ്ങനെയാണോ കാണുന്നത്, അതിന്റെ ആ ഒരു ചെറിയൊരു അറ്റം മാത്രമേ നമ്മൾ കടലിൽ പുറത്തേക്ക് കാണുന്നുള്ളൂ. ബാക്കി 90% അവരനുഭവിച്ച സ്ട്രഗിൾ, അവർ ഒരുപാട് ദുരിതങ്ങൾ കടന്നു വന്നത്, ഇതൊന്നും കാണാതെയാണ് നമ്മൾ പലപ്പോഴും അവൻ വിജയ്. അതിന്റെ പുറത്ത് ഒരുപാട് സ്റ്റോറികളുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. അപ്പൊ എത്രമാത്രം ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുന്നുവോ അത്രമാത്രം വിജയത്തിന്റെ മാധുര്യം കൂടുന്നതാണ്, അല്ലെങ്കിൽ അത്രമാത്രം വിജയത്തിന്റെ ലെവല് വർദ്ധിക്കുന്നതാണ്. അപ്പൊ പരാജയങ്ങൾ ഉണ്ടാവാം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ പലപ്പോഴും ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇന്ന് ഈ ജോലി ചെയ്യുന്നത് മറ്റൊരു ജോലി കിട്ടാത്തത് കൊണ്ടുണ്ടാവാം. അങ്ങനെയുള്ള ആരെങ്കിലും ധൈര്യമായിട്ട് കൈവയ്ക്കും. നിങ്ങൾ ആഗ്രഹിച്ച ഒരു സംഭവം കിട്ടാത്തതുകൊണ്ട് മാത്രം ഇവിടെ വന്ന് ഉണ്ടാവാം. ഞാൻ അങ്ങനെ തന്നെ വന്നാട്ടോ. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ച ഒരു ജോലിയല്ല ഞാൻ എത്തിപ്പെട്ട്. എൻ്റെ ഒരു പാഷനെ വേറെയായിരുന്നു, എൻ്റെ ഒരു ആഗ്രഹമേ വേറെയായിരുന്നു. പക്ഷെ അവിടേക്ക് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് എത്താൻ പറ്റിയില്ല. പക്ഷെ പിന്നെ കിട്ടിയത് സ്വീകരിച്ചു. ആ കിട്ടിയതിൽ പിന്നെ മുന്നോട്ട് പോകാൻ നോക്കി. അങ്ങനെ വന്നവരാരൊക്കെ ഉള്ളത്? ഒരുപാട്. അതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചതിലല്ല നമ്മൾ എത്തുക. പക്ഷെ കിട്ടിയതിനെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, നമ്മൾ കൈ കിട്ടിയ അവസരത്തെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിജയം. അപ്പൊ ഇവിടെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരാം. അവിടെ നമുക്ക് കിട്ടിയതിനെ ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയതൊരു അവസരമാണ്. ഒരു ഇന്റർനാഷണൽ ബ്രാൻഡായിട്ട് നമുക്ക് നാളെ 100% ഷുവറായിട്ട് പറയാൻ പറ്റും, ഒരു കുറച്ചുകൂടി കഴിഞ്ഞാൽ, കൂടിപ്പോയാൽ നെക്സ്റ്റ് ഒരു 6-7 മാസം കൊണ്ട് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് വെൽനസ് റിട്രീറ്റ് ഇൻ വേൾഡ് എന്ന രീതിയിലേക്ക് ടൈഗേഴ്സ് വാലി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ പല സമയത്തും വിദേശത്ത് പല അറബികളെയും കാണുന്ന സമയത്ത് അവർ വളരെ ആവേശത്തോടു കൂടി സംസാരിക്കുകയാണ് നമ്മളെ പ്രോപ്പർട്ടിയെ കുറിച്ച്, നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത്തരം ഒരു ഫെസിലിറ്റിയിൽ മറ്റൊരു പ്രോപ്പർട്ടി ഇന്ന് ഇന്ത്യയിലില്ല. അപ്പം അത്തരത്തിൽ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് എന്ന രീതിയിലേക്ക് എത്തുന്ന ഒരു പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് യുവർ ലക്ക്. നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണത്. ആ അവസരത്തിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ചിരിക്കും നിങ്ങൾ മുന്നോട്ടിനി എങ്ങനെ പോകണം എന്നുള്ള കാര്യം. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ അവസരത്തെ ഏറ്റവും പരമാവധി ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ഇവിടെ വിജയിക്കാൻ വേണ്ടി സാധിക്കും. എന്താണോ നിങ്ങളുടെ ഗോള്, ആ ഒരു ഗോളിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പൊ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഗോള് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഗോൾ സെറ്റ് ചെയ്യൂലേ? എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലേ? ആഗ്രഹങ്ങളുണ്ടോ? ആഗ്രഹങ്ങളുണ്ട്. ഒരു ക്ലാസ്സിൽ ഇതേപോലെ ഒരു കുട്ടികളോട് ടീച്ചർ പറഞ്ഞു, ഓരോരുത്തരോട് ആഗ്രഹങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞു.
അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ, പക്ഷേ ടീച്ചർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് 1-2 വാക്കിൽ പറയാം. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഇങ്ങനെ വിശദീകരിച്ചൊന്നും പറയണ്ട. കുറേ ആൾക്കാർ ഡോക്ടർ, എഞ്ചിനീയർ ആവണം, അതാണ് ഇതാണോ. അപ്പോൾ ഒരു കുട്ടി വരുൺ എന്ന് പറഞ്ഞ, ജസ്റ്റ് നമുക്കൊരു പേരെടുക്കാം അല്ലേ, വരുൺ എന്ന് പറഞ്ഞൊരു കുട്ടി പറഞ്ഞു, മാഡം എനിക്കൊരു ബിസിനസ് മാൻ ആവണം, എനിക്ക് ഒരുപാട് കാറുകൾ വേണം, എനിക്ക് 8 കാറുകൾ വേണം, എനിക്ക് 10 ഫ്ലാറ്റുകൾ വേണം, എനിക്ക് ഓരോ മാസവും ഓരോ വിദേശ ടൂർ നടത്തണം, അങ്ങനെ വലിയൊരു സ്റ്റോറി. അപ്പം ടീച്ചർ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞ 2 വാക്ക് പറയാൻ ആൾ ഒരു എസ് എഴുതാനല്ല. ഓക്കെ, അപ്പോൾ ടീച്ചർ നീ എന്താ എത്രയും വിശദീകരിച്ച് പറയുന്നത്? അല്ല മാഡം, എൻ്റെ ആഗ്രഹങ്ങളാണ്, ഇത്രയും ഉണ്ട് എന്ന് വരുൺ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ടീച്ചർ അടുത്ത് പെൺകുട്ടികളെ ഭാഗത്തേക്ക് വന്നു. പെൺകുട്ടികളോട് ഇതേ തന്നെ 1-2 വാക്ക് പറയാം. അപ്പോൾ ഇതേപോലെ കുറേ ആൾക്കാർ വന്നു. അതിൽ ജസ്റ്റ് ഒരു കുട്ടി, പൂജ ഏറ്റവും ഷോർട്ടായിട്ട് പറയണം. യെസ് മാം, പറയാം ഷോർട്ടായിട്ട്. പൂജയ്ക്ക് എന്താവണം? ഐ വാണ്ട് ടു ബിക്കം വരുൺസ് വൈഫ്. എനിക്ക് വരുണിൻ്റെ വൈഫ് ആവണം. സിമ്പിൾ അല്ലേ? വരുൺ ഇത്രയും. അതേപോലെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഈ ആഗ്രഹങ്ങൾ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു വേർഡ് എല്ലാവരും പറയുന്ന കാര്യം എന്നാൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ സ്വപ്നങ്ങൾ എന്താവണം? നമ്മുടെ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ. എല്ലായിടത്തും പറഞ്ഞ് കേട്ട് ശീലിച്ചാണ്, പക്ഷേ ഏറ്റവും കാലികമായുള്ള ഒരു വേർഡാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല നമ്മുടെ സ്വപ്നം, നമ്മുടെ ഉറക്കം കെടുത്തുന്നത് എന്താണോ. അത്തരത്തിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു ഡ്രീം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടിയ അവസരം, അതൊരു തെറാപ്പിസ്റ്റ് ആയിക്കോട്ടെ, ഒരു വെയിറ്റർ ആയിക്കോട്ടെ, ഹൗസ് കീപ്പിംഗ് ബോയ് ആയിക്കോട്ടെ, എവിടെയാണ് ഉള്ളത് അത് വെച്ച് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലേക്ക്, ഒരു സെക്യൂരിറ്റി ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലേക്ക് കയറാൻ വേണ്ടി സാധിക്കൂലേ? ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വലിയ സമ്പന്നാരാ? റിലയൻസ് അംബാനി അല്ലേ? അംബാനിന് മുകേഷ് അംബാനിന്റെ കഥ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അതിന്റെ പിന്നിൽ മറ്റൊരു കഥ ഉണ്ടല്ലേ, ധീരുഭായ് അംബാനി. ഓക്കെ, അനിൽ മുകേഷിന്റെ സഹോദരൻ. അപ്പൊ ഇവരുടെ അച്ഛനുണ്ട് ധീരുഭായ് അംബാനി. അദ്ദേഹം എന്തായിരുന്നു അറിയോ? കേട്ടിട്ടുണ്ടോ കഥ? ഒരു പെട്രോൾ പമ്പില് പെട്രോൾ ഫില്ലറായിട്ട് ജോലി തുടങ്ങിയ ഒരു മനുഷ്യനാണ്. അന്ന് അദ്ദേഹത്തോട് ആരോ ചോദിച്ചിരുന്നു പോലും, എന്താ നിങ്ങളുടെ സ്വപ്നം എന്ന്? ഏഷ്യയിൽ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറി ഉണ്ടാക്കുക എന്നുള്ളത്. അന്ന് പെട്രോൾ അടിക്കുന്ന ഒരു പയ്യന് ആ ഒരു സ്വപ്നം ഉണ്ടായി, ഏഷ്യയിലെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറി എൻ്റെ പേരിൽ ഉണ്ടാക്കുക എന്ന്. ആ സ്വപ്നം ഇന്ന് സാധിച്ചോ? അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്ന പൊസിഷനോ നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ഒന്നും ബാധകമല്ല. നിങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്തടുത്ത പൊസിഷനിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. പറ്റുമോ? റെഡിയാണോ? അപ്പോൾ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി ടെക്നിക്സ് കാര്യങ്ങൾ മാത്രം സംസാരിക്കാം. കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകാനുള്ള ഒരു ടൈമില്ല. നിങ്ങളെല്ലാവരും ബിസിയാണ്. നമുക്ക് മാക്സിമം ഒരു 12:30 തന്നെ നിർത്തണം.